വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫ്ഫാനെതിരെ വെഞ്ഞാറമൂട് പോലീസും കുറ്റപത്രം സമർപ്പിച്ചു. അനിയനെയും പെൺസുഹൃത്തിനെയും കൊന്ന കേസിലാണ് നെടുമങ്ങാട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിലെ മൂന്നാമത്തെ കുറ്റപത്രമാണത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാരുണ്ട്. കമലേഷ്, മൂന്നാമത്തെ കുറ്റപത്രമാണ്. അപ്പോൾ ഇതുവരെ ഉള്ള എല്ലാ കേസിലും കുറ്റപത്രം ആയോ? മാത്രമല്ല, ഇപ്പോൾ അഫ്ഫാന്റെ ആരോഗ്യനില ഗുരുതരമാണ്. അപ്പോൾ കേസിന്റെ തുടർ നടപടികൾ, നീക്കങ്ങൾ അതെങ്ങനെയാണ് എന്നുള്ളതും കൂടിയുണ്ട്. ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് 3 പോലീസ് സ്റ്റേഷനുകളിലായി 3 കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ മൂന്നാമത്തെ കുറ്റപത്രമാണ് ഇന്നിപ്പോൾ നെടുമങ്ങാട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഇന്ന് അനിയനെയും അതുപോലെ തന്നെ പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ വെഞ്ഞാറമൂട് പോലീസ് ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. 750 പേജുള്ള കുറ്റപത്രത്തിൽ 170ഓളം സാക്ഷികൾ, 140ഓളം സാക്ഷികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ 2 പോലീസ് സ്റ്റേഷനുകളായി, അതായത് പാങ്ങോട് പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനുമായി 2 കേസുകളുണ്ട്. ഈ 2 കുറ്റപത്രങ്ങളും നേരത്തെ തന്നെ നെടുമങ്ങാട് കോടതിയിൽ സമർപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ ഈ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇളയച്ചനായ ലത്തീഫ് അതുപോലെ തന്നെ അവരുടെ ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസും അതിലെ 2ാമത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ 3ാമത്തെ കുറ്റപത്രം, അതായത് ഈ അനിയനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് 3ാമത്തെ കുറ്റപത്രം വെഞ്ഞാറമൂട് പോലീസ് സമർപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലും 3 കുറ്റപത്രങ്ങളും ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സാഹചര്യം. ഇനിയിപ്പോൾ വിചാരണ നടപടികളിലേക്കാണ് കോടതി കടക്കുക. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ ഈ ജയിലിൽ കഴിയുകയായിരുന്ന പ്രതി അഫ്ഫാൻ നേരത്തെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അഫ്ഫാന്റെ ആരോഗ്യനില അങ്ങേയറ്റം മോശമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും പോലീസിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ, അതായത് വളരെ പെട്ടെന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കി ഇതിന്റെ കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ 3 കുറ്റപത്രങ്ങളും കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വർഷ